ഇതാണ് കുമ്പളങ്ങിയിൽ നിന്ന് ആഞ്ഞിലിത്തറയിലേക്ക് പോകാനുള്ള റോഡ്. ഇത് റോഡാണോ അതോ തോടാണോ അതോ ഇനി സാഹസികത ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണോ എന്നറിയില്ല. എന്തായാലും വർഷങ്ങളായി ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരാളെ നമുക്ക് എന്തെങ്കിലും സുഖമില്ലാതെ വന്ന ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരികയില്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓട്ടോറിക്ഷക്ക് പോലും അങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇവിടെ ഈ റോഡ് കിടക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഞാൻ തന്നെ സൈക്കിളിൽ നിന്ന് ഇവിടെ വീണ് പല പ്രാവശ്യം ഞാൻ സൈക്കിൾ ചെയ്യുന്ന ആളാണ്. ഒരുപാട് പരിക്ക് എനിക്കും പറ്റിയിട്ടുണ്ട്. 3 ദിവസം ഓടിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വർക്ക്ഷോപ്പിൽ കയറും വണ്ടി മെയിൻ്റനൻസിന് വേണ്ടി. ഭയങ്കര പ്രശ്നവും കാര്യങ്ങളാണ് ആ റോഡ്. ഞാൻ ജനിച്ചു വളർന്ന നാളുകൾ ഇന്ന് വരെ അനുഭവിക്കുന്ന ഒരു ദുരിതം ഞങ്ങളുടെ ആഞ്ഞിലിത്തറ മാത്രമേ ഉള്ളൂ. എൻ്റെ മകന് ഈ 4 മാസമായിട്ട് 3 പ്രാവശ്യം ആശുപത്രിയിൽ പോകേണ്ട ഗതികേടുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ് ഒന്ന് ഇവിടെ എത്തിച്ചതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയാൻ പാടില്ല. അത്രയും വിഷമിച്ചാണ് ഞങ്ങൾ എത്തിച്ചത് ആശുപത്രിയിൽ. റോഡിൽ തീർന്നില്ല ആഞ്ഞിലിത്തറ നിവാസികൾ അനുഭവിക്കുന്ന ആഡംബര സൗകര്യങ്ങൾ. ഈ പാലമാണ് ഇവരെ കുമ്പളങ്ങിയുമായി ബന്ധിപ്പിക്കുന്നത്. തടികൾ കൂട്ടിച്ചേർത്തൊരു പാലം. പാലമില്ലെന്ന് ആരും പറയില്ല കേട്ടോ. ആഡംബരം കൊണ്ട് പൊറുതിമുട്ടിയ ആഞ്ഞിലിത്തറക്കാർ എഴുപുന്ന തോപ്പുംപടി റോഡ് ഉപരോധിച്ചു. റോഡും പാലവും പണിയാൻ ഫണ്ട് പാസാക്കിയിട്ടുണ്ടെന്നാണ് അധികാരികൾ പറയുന്നത്. ആഞ്ഞിലിത്തറക്കാരുടെ ദുരിതം എന്നവസാനിക്കും? ഭരണാധികാരികളായ ദാസന്മാർ കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.